കഴിഞ്ഞ പരിപാടിയിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ബുള്ളറ്റ് വാങ്ങിയ കാര്യവും ആ സമയത്തെ ഏഷ്യർ മോട്ടോഴ്സിൻ്റെ വിലയും ഇന്നത്തെ ഏഷ്യർ മോട്ടോഴ്സിൻ്റെ വിലയും തമ്മിൽ കമ്പയർ ചെയ്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന് വന്നൊരു കമൻറ്റാണ് താഴെ കാണുന്നത്. എന്നിട്ട് താങ്കൾ ഏഷ്യർ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്സിൻ്റെ മേലെ കയറി സഞ്ചരിക്കുക എന്നുള്ളത്. ഞാൻ ഈ കമൻറ്റ് കണ്ടിട്ട് ഒരുപാട് ചിരിക്കുകയും ചെയ്തു, ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. എനിക്ക് മനസ്സിലാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വരുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം, നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഞാനൊരു ബുള്ളറ്റ് വാങ്ങുന്ന സമയത്ത് ഞാൻ ആ സ്റ്റോക്കിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഡിപ്രിസിയേഷനും ഒരു 10x റിട്ടേണും വണ്ടി വാങ്ങിയ വിലയും എല്ലാം എനിക്ക് തിരിച്ചു കിട്ടുമായിരുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാം. ഉദാഹരണത്തിന്, നമ്മൾ വീട്ടിലേക്ക് ഒരു AC വാങ്ങുന്ന സമയത്ത് ആ ACയുടെ അത് EMI ആയിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പൈസ ആ സമയത്തെ ഏറ്റവും നല്ല വാല്യുവേഷനിലുള്ള നല്ലൊരു കമ്പനിയിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുക. അതിൻ്റെ റിട്ടേൺ കിട്ടുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് EMI അടക്കാനുള്ള പൈസ കിട്ടും, അതല്ലെങ്കിൽ ഈ ACയുടെ കാലാവധി കഴിയുമ്പോഴേക്കും നമുക്ക് പുതിയൊരു AC വാങ്ങാനുള്ള പൈസ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നമുക്ക് കിട്ടും. ഇത് നമുക്ക് പല മേഖലകളിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വീടെടുക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കമ്പനീസ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളെ എനിക്ക് പേഴ്സണലായിട്ടും അറിയാം. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് കൂടി നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്.